ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ ആദ്യം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതങ്ങനെ ബോൾസൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുക്കറിൽ അതിലേക്ക് ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ ഞാൻ ഗ്രീൻ പീസും പിന്നെ ഒരു കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റും എല്ലാം അരിഞ്ഞെടുത്തിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം പിന്നെ ഞാൻ ചപ്പാത്തിക്കുള്ളതൊന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ. ഇപ്പം കുറേ ആയിട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അനുമോള് കഴിക്കില്ല, പൊന്നൂന് ഇഷ്ടമാണ്, അനുമോൾ അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശ ആയാലും അവൾക്ക് അങ്ങനെ അത് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അനുമോൾ ഇന്നലെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഏട്ടൻ ഇന്നലെ രാത്രിയാണ് അവളെ കൊണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ സ്കൂൾ അടച്ചപ്പം മുതൽ തുടങ്ങിയതാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി. അപ്പം ഇന്നലെ രാത്രി ഏട്ടൻ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പൊന്നൂന് പിന്നെ ഇവിടെ കളിക്കാൻ കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ട് അവന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുക്കറിൽ ഗ്രീൻ പീസ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വാഷർ ഇപ്പോൾ 2-3-4 പ്രാവശ്യമായി കേട്ടോ അത് ശരിയാക്കി കൊണ്ടുവരണം. ഇപ്പോഴും വീണ്ടും അത് കുക്കർ നേരെ വിസിലിതാവണില്ല കേട്ടോ. ഫസ്റ്റ് ഒന്ന് വിസിലടിച്ചു, പിന്നെ അത് പുറത്തേക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫാക്കി. എന്നിട്ട് പിന്നെ ഞാനങ്ങനെ ഗ്യാസിൽ വീണ്ടും അത് വേവിക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് അതിൻ്റെ വിസിലൊന്നും അടുപ്പിക്കാതെ തുറന്നു വെച്ചിട്ട് അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നും രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് തന്നെയാണ് കിടക്കാറുള്ളത്. ഇന്നലെ രാത്രി പാത്രങ്ങൾ കുറച്ച് കഴുകാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ സ്കൂളൊക്കെ അടച്ചതല്ലേ, അപ്പോൾ കുറച്ച് വൈകിട്ടൊക്കെയാണ് കേട്ടോ നീച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചപ്പാത്തിക്കുള്ളതൊക്കെ പരത്തി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അത് ഒരു പലകയൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തുടച്ചിടുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് വരും കേട്ടോ. അത് കാരണം വേഗം അവിടെ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും വരില്ല. അതിൻ്റെ ഒരു പൊടിയുടെ ഒരു ഇതൊക്കെ കാരണം ഉറുമ്പ് അങ്ങനെ വരും. അപ്പോൾ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. എന്നിട്ടാണ് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണം കേട്ടോ. ഇനി തേങ്ങ ചിരവി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് അവിടെ ഞാൻ വിസിലടിച്ചിട്ട് ഒരു വിസിലൊക്കെ കടിച്ചിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഗ്യാസിൽ വീണ്ടും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അങ്ങനെ. പിന്നെ ആ സമയം ഞാൻ തേങ്ങ ചിരവി എടുക്കുകയാണ് അതൊക്കെയുള്ളത് കേട്ടോ. തേങ്ങ ചിരവി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഗ്രീൻ പീസ് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ സിമ്മാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരവി എടുത്തിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി ഞാൻ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. ചതച്ച് ഇടാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ അരപ്പിക്കാണ് കേട്ടോ ഇഞ്ചി ചേർത്തത്. പിന്നെ ഒരു വെളുത്തുള്ളി അല്ലിയും പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇവിടെ ഉള്ളത് കേടുവന്നതാണ് കേട്ടോ, പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തില്ല, ഞാൻ ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതും കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. ചപ്പാത്തിയുടെ ആ ഒരു പലക ഇപ്പം കുറേ ആയി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കാരണം ഇന്നലെ രാത്രി കിടക്കുന്ന ആ സമയത്ത് ഞാൻ പലകയൊക്കെ ഒന്ന് നന്നായി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ വീണ്ടും അതൊന്നും കൂടെ തുടച്ച് കഴുകി വെച്ചു. ഇതിലെന്തെങ്കിലും ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും പാറ്റയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിച്ചിട്ടുണ്ടാവുമെന്ന് എഴുതിയിട്ട് ഞാൻ വീണ്ടും അതൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ, അതിൻ്റെ ആ പരത്തണ ആ ഒരു ഭാഗം കഴുകിയിട്ടാണ് പിന്നെ ഞാൻ പരത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം അവിടെ കഴുകി ഒതുക്കി വെച്ചു. ഇനി ചപ്പാത്തിയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ആ ഒരു ടൈമിൽ
എണ്ണ തൂവി കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടമുള്ളത് കേട്ടോ. അല്ലാതെ എണ്ണ ഒഴിക്കാതെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. എണ്ണ രണ്ട് ഭാഗത്തും പറ്റി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കേണ്ട പിന്നെ ഈ കറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിലധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പാകത്തിന് വെള്ളമായിരുന്നു. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റി. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ഒരു കുറുകിയ കറി കേട്ടോ, കുറച്ച് കറിയുള്ളൂ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കറി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കടുക് ഇട്ടിട്ട് വറവിട്ടെടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു, ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുറ്റം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അവിടെ ഒരു തോട്ടിയുണ്ട്. ആ തോട്ടി കുട്ടികളെടുത്ത് അവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അവർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും. പിന്നെ അവിടെ ഇവിടെയൊക്കെ കൊടുന്നിട്ടതാണ്. പിന്നെ അവിടെ ഒരു കയറ് കണ്ടോ, അത് അവരവിടെ നിന്ന് ഇങ്ങോട്ട് ഊഞ്ഞാലാടാനൊക്കെ എടുത്തിരുന്നതാണ് കേട്ടോ. ആദ്യം ഊഞ്ഞാലേനു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആടാൻ വേണ്ടിയിട്ട് കയറിൽ തൂങ്ങിപ്പിടിച്ച് ആടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അവിടെ വെച്ച് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. പ്ലാവിൻ്റെ മേലെ അങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർ പരിപാടികൾ അതൊക്കെയാണ് കേട്ടോ. അപ്പം മുറ്റത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊടിയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മഴയൊന്നും ഇല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആയാൽ പൊടി മണ്ണാണ്. പിന്നെ ചാണകട്ടും മെഴുകൊക്കെ ആണെങ്കിലുള്ളൊരു വൃത്തിക്കൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നല്ല പൊടിയാണ് അടിച്ചു വരുന്ന ആ ഒരു സമയത്തൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടാവും. വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ടൊക്കെ വേണം കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ വെള്ളമൊന്നും തളിച്ചിട്ടില്ല. അപ്പം എന്തായാലും മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടുന്നുണ്ട്. ഞാനിന്ന് വഴിയുടെ ആ ഒരു ഭാഗം അടിച്ച് വാരണം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ വഴിക്ക് ഞാൻ അങ്ങോട്ട് അടിച്ച് ഇടുന്നത്. ചപ്പല്ല, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ പിന്നെ എല്ലാ ഭാഗവും അടിച്ച് അങ്ങോട്ട് വന്നപ്പോഴത്തേനും പിന്നെ കുറേ സമയം പിടിച്ചിട്ടു. അപ്പോൾ പിന്നെ ഞാൻ വഴിയുടെ അവിടെ ഒന്നും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. പിന്നെ ചോറും കറിയല്ല ചോറും ഉപ്പേരിയും എല്ലാം വെക്കണം. ബാക്കിയുള്ള പണികളെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ അടിച്ച് വാരാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ. ഉപ്പേരി വെക്കാൻ ഇടിച്ചക്ക ഇടാമെന്ന് കരുതിയിട്ടോ. ഇത് അടുക്കളുടെ ആ ഭാഗത്തുള്ളൊരു പ്ലാവാണ്. അതിൽ ഇടിച്ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല വേവുള്ളതാണ് കേട്ടോ. കുറേ സമയം വേവിക്കണം. കല്ല് പോലെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുക്കറിൽ വേവിക്കാമെന്ന് കരുതിയിട്ട് അതിൽ നിന്നൊരു 2 ഇടിച്ചക്ക ഇട്ടു കേട്ടോ. പൊന്നുമാണ് കേട്ടോ ഇട്ടുന്നത്. അപ്പോൾ 2 ഇടിച്ചക്ക ഇട്ടിട്ട് അത് ഉപ്പേരി വെക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതിൽ ഇടിച്ചക്കകളൊക്കെ ഉണ്ട്. പക്ഷേ മുറ്റത്തെ ആ ഒരു പ്ലാവിലത്തെ ഇടിച്ചക്കയാണ് കേട്ടോ നല്ല വേഗം വെന്ത് കിട്ടുന്നതും ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതൊക്കെ കേട്ടോ. ഇതെന്ന് പറയാൻ കുറച്ചും കൂടി മൂത്ത് കഴിഞ്ഞാൽ ഇത് തീരെയും വെക്കാൻ പറ്റില്ല കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ കല്ല് പോലെ കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഞാൻ 2 ഇട്ടു. എന്നിട്ട് പിന്നെ അതൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് നേരാക്കി എടുക്കണം, അരിഞ്ഞെടുക്കണം. എന്നിട്ട് അത് ഉപ്പേരി വയ്ക്കാമെന്ന് കരുതി. കറിയായിട്ട് ഞാൻ രാവിലെ വെച്ചിട്ടുള്ള ആ ഒരു കറി അത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അത് വേറെ കറിയൊന്നും വെക്കണില്ല. പിന്നെ ഇന്നലത്തെ കയപ്പയ്ക്ക വറുത്തതുണ്ട് കേട്ടോ, അതുണ്ട്. അപ്പം എന്തായാലും ഇടിച്ചക്കയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയാണ്. ആദ്യം കയ്യിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു മുളഞ്ഞി കയ്യിലാവും. മുളഞ്ഞിന്നും അത് വേറെ എന്തൊക്കെ പറയും, എല്ലായിടത്തും എങ്ങനെയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എണ്ണയ്ക്കൊന്ന് നന്നായി തേച്ച് കൊടുത്തിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനതൊന്ന് നേരാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചോറ് അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ചോറ് വയ്ക്കാറുള്ളത്. അപ്പം അതായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി വെച്ചെടുക്കാൻ കരുതി. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ തുടങ്ങാൻ കരുതിയിട്ടോ. പിന്നെ ഇടിച്ചക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുക്കറിലാണ് കേട്ടോ വെക്കണത്. കുക്കറിൽ വെച്ചാലേ വേവുള്ളൂ കേട്ടോ. കുറേ വിസിലൊക്കെ അടുപ്പിക്കണം. അപ്പം പിന്നെ പൊന്നു കപ്പ് കേക്ക് എടുത്തതാണ് കേട്ടോ അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊന്ന് തന്നതാണ്. പിന്നെ ഞാനതൊന്ന് ഇടിച്ചക്ക ആയി കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്